നമസ്കാരം, ഞാൻ അമ്മു ഔസേപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യാൻഡാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞ് ജില്ലാ കലോത്സവത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവത്തില് പല സബ് ജില്ലകളിലും പല രീതിയിലാണ് പ്രൈസുകൾ അനൗൺസ് ചെയ്തത് എന്ന് അറിഞ്ഞു. ആ സംശയം ഒന്ന് തീർക്കാനായിട്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എന്റെ ഒരു സംശയമാണ്, അത് ചിലവരുടെ സംശയമാണ്, എന്നോട് തന്നെയും ചോദിച്ചൊരു സംശയമാണ്. ആ ചോദ്യം നിങ്ങളോട് എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല, അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നു. സബ് ജില്ലാ കലോത്സവത്തിൽ ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടിയ കുട്ടിയുടെ ചെസ് നമ്പർ മാത്രമാണോ പറഞ്ഞത്, അതോ സെക്കൻഡും തേർഡും പ്രൈസുകൾ പറഞ്ഞിരുന്നോ? എന്തായിരുന്നു നിങ്ങളുടെ സബ് ജില്ലയിൽ സംഭവിച്ചത് എന്നതിന്റെ കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ, ആ ഉത്തരം കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണം. കാര്യം, നമ്മളുടെ അറിവ് കുറവിനെ ഒരിക്കലും മറ്റുള്ളവർ ചൂഷണം ചെയ്യാൻ പാടില്ല. അത് നമുക്ക് നീതി കിട്ടാതിരിക്കാനുള്ള കാരണമാകാനും പാടില്ല. നമുക്ക് എപ്പോഴും നീതി കിട്ടുക തന്നെ വേണം. ചില സബ് ജില്ലകളിൽ എന്തോ ഒരു ക്ലാരിറ്റി കുറവ് വന്നു, സമ്മാനങ്ങൾ സെക്കൻഡും തേർഡും ഒന്നും അനൗൺസ് ചെയ്തില്ല. ചില സബ് ജില്ലകളിൽ ചില ഇവന്റ്സിന് സെക്കൻഡും തേർഡും ഒക്കെ അനൗൺസ് ചെയ്തു. പിന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമായപ്പോഴേക്കും അതൊന്നും സെക്കൻഡും തേർഡും അനൗൺസ് ചെയ്തില്ല. ആകെ ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടിയ ചെസ് നമ്പർ പറഞ്ഞു. പിന്നെ ഫുൾ ഗ്രേഡുകളാണ് അനൗൺസ് ചെയ്തത്. അങ്ങനെ കുറെ ക്ലാരിറ്റി കുറവ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചിലവർക്ക്, അർഹതയുള്ള ചിലവർക്ക് അപ്പീല് റിജക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പീല് കൊടുക്കാൻ ചിലര് മടിച്ചു നിന്നു, ഏത് സ്ഥാനമാണെന്ന് അറിയാണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രൈസുകൾ അനൗൺസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരിയേറെ സംശയങ്ങൾ സബ് ജില്ലാ കോമ്പറ്റീഷൻ കഴിയുമ്പോൾ കുറച്ച് പാരന്റ്സിന് നിലനിൽക്കുന്നുണ്ട്. അവരുടെ ആ സംശയം മാറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരമാണ്. കാര്യം, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്കും അറിയില്ല. സബ് ജില്ലാ തലത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർ ജില്ലാ തലത്തിലേക്ക് യോഗ്യത കിട്ടിയ ചെസ് നമ്പർ, പിന്നെ സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എന്നീ സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കും ക്ലിയർ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സബ് ജില്ലയുടെ പേര്, അതിന്റെ നേരെ സെക്കൻഡും തേർഡും പ്രൈസുകൾ അനൗൺസ് ചെയ്തിരുന്നോ എന്ന ഉത്തരം എഴുതണം. നിങ്ങളുടെ ഈ ഉത്തരങ്ങളാണ് ഇനി ജില്ലാ തലം കോമ്പറ്റീഷൻ വരുവാണ്. അപ്പോ ഇങ്ങനെ തന്നെ ഓരോ ജില്ലകളിലും ഓരോരോ രീതിയിൽ പറഞ്ഞാൽ അതങ്ങനെ തോന്നിയ പോലെ കലോത്സവം പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാം അല്ലേ, എല്ലാത്തിനും കൂടി ഒരു നിയമമല്ലേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാണ്ട് ഓരോ സബ് ജില്ലയിലും ഓരോരോ രീതികൾ, ഒരു ദിവസത്തെ രീതിയല്ല മറ്റൊരു ദിവസം എന്ന് പറയുന്നതൊക്കെ ഒരു ഫൗളായിട്ടുള്ള ഒരു കാര്യമല്ലേ. നമ്മൾ ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചിലവർ ചിലതിനെ മുതലെടുക്കുന്നത്. അതിന് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിയും, ഈ കേരളത്തിലെ കലോത്സവം കേരളത്തിലെ എല്ലാവരും ഇതിന്റെ ഉത്തരങ്ങൾ അറിയും. അതിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും എന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള ചില കുറുക്ക് വഴികൾ ചെയ്യുന്ന ആൾക്കാർ, അത് ആരാണെങ്കിലും അവർക്കും ഒരു ഭയം തോന്നും. അയ്യോ, നമ്മളിങ്ങനെ ഫൗളായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ലോകം മൊത്തം ഇത് കാണും, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിനെയൊക്കെ പ്രതികരിക്കാനായിട്ട് ജനങ്ങൾ ഉണ്ടാകും, ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും എന്ന് മനസ്സിലായാൽ ഒരിക്കലും ഒരു നീതികേട് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് വന്നാൽ ജില്ലാ തലത്തിൽ എന്തെങ്കിലും ഇങ്ങനെ നീതികേട് കാണിക്കാൻ ആരും ധൈര്യപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും, ഞാൻ ഈ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ സബ് ജില്ലയിൽ ജില്ലാ തലത്തിൽ യോഗ്യത നേടിയ ഒരു ചെസ് നമ്പർ മാത്രമാണോ പറഞ്ഞുള്ളൂ, അതോ സെക്കൻഡും തേർഡും അനൗൺസ് ചെയ്തിരുന്നോ എന്നതിന്റെ ഉത്തരം നിങ്ങളുടെ സബ് ജില്ലയുടെ പേര് എഴുതണം. അപ്പൊ ഏതൊക്കെ സബ് ജില്ലകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജില്ലാ തലത്തിലെങ്കിലും നീതി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.